എന്നെ ആലുവയിലുള്ള വീട്ടിൽ വെച്ചിട്ട് എന്നെ സെക്ഷലി റേപ്പ് ചെയ്ത ആളാണ് മിസ്റ്റർ ബാബുരാജ്. അത് അന്ന് ഒരുപാട് സങ്കടവും വിഷമങ്ങളും, ഒന്നും എന്റെ കയ്യിൽ 5 പൈസ പോലും ഇല്ല. അങ്ങനെ എനിക്ക് അവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ എന്നെ പിറ്റേ ദിവസമാണ് അവിടുന്ന് വിടുന്നത്. ബാബുരാജ് എന്ന ആള് ഇദ്ദേഹം സിനിമയിൽ ചാൻസ് തരാം എന്ന് പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന ശേഷം ഇപ്പോൾ ഒരു പെൺകുട്ടി അദ്ദേഹത്തെക്കുറിച്ച് വളരെ ഗുരുതരമായ ആരോപണവുമായി വന്നിരിക്കുകയാണ്. ബലാത്സംഗ കേസിൽ അദ്ദേഹം ഇപ്പം വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ പെൺകുട്ടി ഗുജറാത്തിലാണ് പെൺകുട്ടി ഇപ്പോൾ ഉള്ളത്. ഒരു എക്സ്ട്രാ ആർട്ടിസ്റ്റായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. മൂന്നാറിൽ അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്തിരുന്ന പെൺകുട്ടിയോട് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമാണെന്ന് അറിയിച്ച ശേഷം എറണാകുളത്ത് ആലുവയിലുള്ള വീട്ടിലേക്ക് ക്ഷണിച്ചു. അവിടെ വീട്ടുകാർ സിനിമക്കാരൊക്കെ ഉണ്ട്, അവിടെ വന്ന് നമുക്ക് സംസാരിക്കാന്ന് പറയുന്നു. പിന്നെ വാതിലിന് പൊട്ടിയിട്ടിട്ട് അദ്ദേഹം ബലാത്സംഗം ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ആ കുട്ടി പറയുന്ന ഫോൺ സംഭാഷണം കേൾക്കാം. അങ്ങനെ ഇയാൾ എന്നെ ആലുവയിലുള്ള വീട്ടിൽ വെച്ചിട്ട് എന്നെ സെക്ഷലി റേപ്പ് ചെയ്ത ആളാണ് മിസ്റ്റർ ബാബുരാജ്. അത് അന്ന് ഒരുപാട് സങ്കടവും വിഷമങ്ങളും, ഒന്നും എന്റെ കയ്യിൽ 5 പൈസ പോലും ഇല്ല. അങ്ങനെ എനിക്ക് അവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ എന്നെ പിറ്റേ ദിവസമാണ് അവിടുന്ന് വിടുന്നത്. ബാബുരാജ് എന്ന ആള് ഇദ്ദേഹം സിനിമയിൽ ചാൻസ് തരാം എന്ന് പറഞ്ഞപ്പോ, നമുക്കറിയാം മലയാള സിനിമയിൽ അത്യാവശ്യം എല്ലാ പ്രമുഖ നടന്മാരോടൊപ്പം അഭിനയിച്ച ഒരാളാണ് ബാബുരാജ്. അത്യാവശ്യം ഫെയിം ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ സിനിമയിൽ കയറി പറ്റാം, നല്ല റോളുകൾ കിട്ടുമെന്ന പ്രതീക്ഷയിലിരിക്കുമ്പോഴാണ് ഇദ്ദേഹം എന്റെ അടുത്ത് പറയുന്നത്, അദ്ദേഹത്തിന്റെ ആലുവയിലുള്ള വീട്ടിൽ വരിക, അവിടെ ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒക്കെ ഉണ്ട്, അപ്പൊ കഥയൊക്കെ ഡിസ്ക്രിപ്റ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല റോള്, ബെറ്റർ റോള് തരാം, എന്താ പറയാ, ഓൾ ഔട്ട് റോൾസ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കപ്പോ ഈ എറണാകുളം എങ്ങനെയാ പോകണ്ടേ ഒന്നും അറിയില്ല. ലൈൻ ബസ്സിൽ കയറിയാണ് ഞാൻ പോകുന്നത്. കുറച്ച് ദൂരെ എറണാകുളത്ത് നിന്ന് എന്റെ വീട്. അപ്പം ഞാനവിടെ എത്തുമ്പോ ഒരു ഉച്ച സമയമായി. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ ഇവിടെ ആരും വന്നിട്ടില്ലല്ലോ. അപ്പൊ അവര് വരാൻ കുറച്ച് വൈകും, എല്ലാവരും കുറച്ച് തിരക്കിലാണ്, വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. എനിക്ക് താഴെ പുള്ളിയുടെ 2 നില വീടാണ് ആലുവയിലുള്ള വീട്. അവിടെ താഴെ ഒരു റൂം എനിക്ക് തന്നു, ഇവിടെ റെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന് വിളിച്ച സമയത്ത് ഇയാള് ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ഡോറ് തുറക്കുകയും അകത്ത് കയറി ഡോറ് ലോക്ക് ചെയ്യാണ് ചെയ്തത്. പെട്ടെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. അത് പറയാൻ എനിക്ക് പറ്റൂല. അങ്ങനെയുള്ള വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഡയറക്റ്റ്ലി അറ്റാക്ക് ചെയ്യാണ് ചെയ്തത്. നമ്മളതിന് ഓക്കെ ആണോ അല്ലയോ അതൊന്നും ഇവർക്കൊരു വിഷയമല്ല. ഇവര് വിചാരിക്കുന്നത് എല്ലാ കുട്ടികളും ഇങ്ങനെയാണ് എന്നുള്ള ധാരണയിലാണ് ഇവരിയ്ക്കുന്നത്. കാരണം പല പെൺകുട്ടികളും റോള് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ എന്താ പറയാ, അവരുടെ ഇത് സേഫ് ആയിട്ട് നമ്മളുടെ ലൈഫിൽ നമ്മൾക്ക് എന്താണ് എത്തിക്സ് ആയിട്ട് നമ്മൾ കരുതി വെക്കണം, അതൊക്കെ അവർ ചിലപ്പോ കൊടുക്കാറുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എന്തിനും സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഓരോ പെൺകുട്ടിയുടെയും ജീവിതം അവര് മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഇതൊക്കെ. ഭയങ്കര ടാർഗറ്റഡ് ആണ് ഇപ്പോ എല്ലാം. എന്തെല്ലാം ആരോപണങ്ങൾ, ഇതൊക്കെ പൈസ വാങ്ങിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇന്ന് കാലത്ത് നമുക്കത് അറിയാൻ പറ്റിയ കാര്യങ്ങളാണ്. ഇതിന്റെ പുറകിൽ ഭയങ്കരമായ കളി നടക്കുന്നുണ്ടെന്നുള്ളത്. ലക്ഷ്യം വെച്ചാൽ ചിലപ്പോ ഈ സെക്രട്ടറി സ്ഥാനത്ത് ഇനി അടുത്ത ആൾ പാടില്ല, അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളാണല്ലോ. എന്തായാലും നമ്മൾ അതിനെ ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. കേട്ടല്ലോ. അപ്പൊ ഇത് വന്നപ്പോ തന്നെ ഈ പെൺകുട്ടിയെ അറിയില്ല എന്ന് പറയുകയും, എന്റെ റിസോർട്ടിൽ ജോലി എടുത്ത് കുറച്ച് തട്ടിപ്പൊക്കെ നടത്തിയ ഒരു പെൺകുട്ടിയാണെന്ന് പറയുകയും ചെയ്തിട്ട് ആ പെൺകുട്ടി വീണ്ടും രംഗപ്രവേശം ചെയ്തു. ആ പെൺകുട്ടി ചാനലുകളിൽ വന്ന് പറഞ്ഞതൊന്ന് കേട്ടു നോക്കാം. ആലുവയിലെ അദ്ദേഹത്തിന്റെ വീട്ടിലാണ്. അദ്ദേഹത്തിന്റെ വീടെന്ന് പറയുന്നത് ഒരു പബ്ലിക് സ്കൂളിലേക്ക് പോകുന്ന വഴിക്കാണ്. ആ വീട്ടിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. അവിടെ ഡയറക്ടറും മറ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ, പ്രൊഡക്ഷൻ കൺട്രോളർ എല്ലാവരും ഉണ്ട്. അവരുമായിട്ട് കണ്ട് സംസാരിച്ചതിന് ശേഷം നമുക്ക് നല്ല റോള് തിരഞ്ഞെടുക്കാം എന്നാണ് എന്നോട് പറഞ്ഞത്. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തതും ആ ഒരു വിഷയം എന്നെ ഒരുപാട് മാനസികമായിട്ട് തകർക്കുകയും ചെയ്തിരുന്നു.
കാരണം ഞാനൊരു അധികം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു വീട്ടിലെ കുട്ടിയാണ്. അപ്പോ സിനിമയിലൊക്കെ ഒരുപാട് നാടകത്തിലൊക്കെ അഭിനയിച്ച് നല്ല പ്രൈസ് ഒക്കെ കിട്ടിയ കുട്ടിയാണ്. അങ്ങനെയാണ് സിനിമയിലോടുള്ള ഒരു മോഹം വന്നതും സിനിമയിലൂടെ എനിക്ക് നല്ലൊരു കരിയർ എത്തിക്കാൻ പറ്റും എന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. പക്ഷേങ്കില് പിന്നീടാണ് സിനിമയുടെ ഈ ഇത്രയും വലിയ വിഷയങ്ങളാണ് ഇതിനുള്ളിൽ ഉള്ളതെന്ന് മനസ്സിലാവുന്നത്. നടൻ ബാബുരാജിന്റെ വിഷയം മാത്രമല്ല, മിസ്റ്റർ ശ്രീകുമാർ ഒടിയൻ ഡയറക്ടർ, അദ്ദേഹത്തിൽ നിന്നും എനിക്ക് ഇതേ അനുഭവമാണ് ഉണ്ടായത്. അദ്ദേഹം എന്നെ എറണാകുളത്തുള്ള ക്രൗൺ പ്ലാസയിലേക്കാണ് വിളിച്ചത്. അവിടെ ആൾക്കൊരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നേരിട്ട് കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ എന്നെ വിളിച്ചത്. ഈ 2 ഇൻസിഡന്റ് മെന്റലി ഒരുപാട് ഷോക്കായിരുന്നു. ഇത് മാത്രമല്ല, ഒരുപാട് പല സിനിമകളിലും നടക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാല് കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ്, പ്രൊഡക്ഷൻ കൺട്രോളർ ഇവരൊക്കെ നമ്മളെ വിളിക്കും, ഫോട്ടോ ചോദിക്കും. ഫോട്ടോ ചോദിച്ചതിന് ശേഷം ആദ്യം ഇവർ ചോദിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ, അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണെങ്കിൽ നല്ല സിനിമയിൽ മെയിൻ റോള് തരാം എന്ന് പറയും. അതുപോലെ തന്നെ 1-2 പ്രൊഡ്യൂസേഴ്സ് സിനിമയുടെ കഥ പറയാമെന്ന് പറഞ്ഞിട്ട് എന്നെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയും ഓൺ ദ വേയിൽ നിങ്ങൾ എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഫ്ലാറ്റിലേക്ക് പോകാം, നിങ്ങൾക്കറിയാമല്ലോ എന്താണ് സിനിമയുടെ ഒരു ഘടന എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം? അപ്പൊ അവര് പറഞ്ഞു സിനിമ ഫീൽഡ് അറിയാമെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ അറിയാമല്ലോ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങി തന്നാൽ നല്ല റോള് തരാം, ദുൽഖർ സൽമാന്റെയും പ്രണവ് മോഹൻലാലിന്റെയും ഒക്കെ നായികയാക്കാമെന്ന് പറഞ്ഞു. ഇതിൽ എനിക്ക് സംശയം തോന്നി, കാരണം ഞാനൊരു പുതുമുഖ നടിയാണ്. അയാളോട് ഞാൻ നന്നായിട്ട് കയർത്ത് സംസാരിക്കുകയും അപ്പോ അയാൾ എന്നോട് പറഞ്ഞത്, സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ളവർക്ക് അവരുടെ ഒന്നും നായികയാകാൻ കഴിയില്ല എന്ന് പറയും. ഞാൻ അവിടുന്ന് നിരസിച്ചു പോരുകയും ചെയ്തു. കേട്ടല്ലോ, അതായത് ആ പെൺകുട്ടി കൃത്യമായിട്ട് ബാബുരാജാണ് ഇതിന്റെ പ്രതിയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്, തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഒരു കൊലപാതക കേസിലെ 2 കൊലപാതക കേസിൽ പ്രതിയായി ജയിലിൽ കിടന്നു, 2 പേരെ കൊന്ന കേസിലെ പ്രതിയായി ജയിലിൽ കിടന്നിട്ടുള്ള ബാബുരാജ് പിന്നീട് ഈ മൂന്നാറിലെ അദ്ദേഹത്തിന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അറസ്റ്റിലായിരുന്നു. വാണി വിശ്വനാഥും അതേപോലെ ഈ പറയുന്ന ബാബുരാജും അറസ്റ്റിലായിരുന്നു. 40 ലക്ഷം രൂപ ലീസിന് വാങ്ങിയിട്ട് പണം തിരിച്ചു കൊടുക്കാതെ കളിപ്പിച്ചപ്പോൾ കേസ് കൊടുത്തു. അങ്ങനെയാണ് അറസ്റ്റിലായത്. അങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും എല്ലാ തരത്തിലും ജീവിതത്തിൽ പുലർത്തിയിട്ടുള്ള ബാബുരാജിന് ആവശ്യത്തിലധികം സിനിമ കിട്ടിയിട്ടും അദ്ദേഹം ഈ സിനിമാ രംഗത്ത് എല്ലാവരും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ധാരാളം ആരോപണങ്ങളിൽ ഏറ്റവും ആരോപണ വിധേയനാകാൻ പോകുന്ന ഒരാളാണ് ബാബുരാജ് എന്നുള്ളതാണ് പുറത്തു വരുന്ന കാര്യം. അദ്ദേഹത്തിനെതിരെ വീണ്ടും പരാതിയുമായി പെൺകുട്ടികൾ രംഗത്ത് വരുന്നു എന്നുള്ള വിവരം കിട്ടുന്നു. എന്തായാലും ഈ പെൺകുട്ടി ഗുജറാത്തിൽ നിന്ന് തന്റെ ഭർത്താവിനോട് എല്ലാ കാര്യം പറയും, അവർ പറഞ്ഞ പ്രകാരം പരാതി കൊടുക്കുകയും ഇപ്പോൾ ആ പെൺകുട്ടി 2 ദിവസത്തിനുള്ളിൽ നേരിട്ട് വന്ന് മൊഴി കൊടുക്കാമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും വളരെ ഗുരുതരമായ കൃത്യതയുള്ള ഒരു പരാതിയാണ് ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. ആ പെൺകുട്ടിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാം കൃത്യമായി ഈ പറയുന്ന ഇദ്ദേഹം ബാബുരാജ് പ്രതിയാണ് എന്നുള്ള കാര്യം. മലയാള സിനിമയിലെ താരങ്ങളിൽ ഗുണ്ടാ നേതാവ് എന്നുള്ള പേരിൽ കൃത്യമായി ഗുണ്ടാ നേതാവായിട്ടുള്ള കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ്. ഇദ്ദേഹത്തെയാണ് അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് അമ്മ സെലക്ട് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ അമ്മയുടെ സെക്രട്ടറിയായി വരാൻ പോയിരുന്നു എന്നുള്ളത് കാര്യം പ്രത്യേകം ശ്രദ്ധേയം. അങ്ങനെ ജഗദീഷും മറ്റുള്ളവരും കൂടി ചേർന്നുകൊണ്ട് ബാബുരാജിനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞൊരു കലാപം തന്നെ ഇന്നലെ ഉണ്ടാക്കുകയുണ്ടായി. അവിടെയുള്ള സ്ത്രീകളടക്കം പെൺകുട്ടിയുടെ നടികളടക്കം ഭയങ്കര കലാപം ഉണ്ടാക്കിയ ശേഷമാണ് ഇന്നലെ മൊത്തത്തിൽ ഈ പറയുന്ന അമ്മയുടെ കമ്മിറ്റി പിരിച്ചുവിടാൻ തീരുമാനമെടുത്തത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ബാബുരാജ് ഇപ്പോൾ വീണ്ടും പെട്ടിരിക്കുകയാണ്. ആ പെൺകുട്ടി ആരാണെന്നുള്ളത് കൃത്യമായിട്ട് ബാബുരാജിന് അറിയാം, പെൺകുട്ടിക്ക് അറിയാം ബാബുരാജ് ആരാന്നുള്ളത്. ഇതേപോലെ ഈ പെൺകുട്ടി പറഞ്ഞിട്ടുള്ള മറ്റൊരാളാണ് ശ്രീകുമാര മേനോൻ. ശ്രീകുമാര മേനോൻ എന്ന് പറയുന്നത് മോഹൻലാലിനെ വെച്ച് ഒടിയൻ സിനിമ എടുത്തുള്ള സംവിധായകനാണ്. അദ്ദേഹം MT വാസുദേവൻ നായരായിട്ട് ഭയങ്കര കലഹമുണ്ടാക്കിയിരുന്നു. 1 കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞ് അവസാനം പറ്റിച്ചു എന്നുള്ള പേരിൽ അദ്ദേഹം കേസ് കൊടുത്തിരുന്ന സമയത്ത് സിനിമ എടുത്തില്ല. അവസാനം അദ്ദേഹം വാങ്ങിയ പൈസ മടക്കി കൊടുത്ത് കേസ് അവസാനിപ്പിക്കുകയായിരുന്നു. അങ്ങനെ 2-ാം ഊഴം എന്നുള്ള സിനിമ എടുക്കാതെ പകുതിയാക്കി നിർത്തിവെച്ച് പോയിട്ടുള്ള ഒരാളാണ് ശ്രീകുമാര മേനോൻ. നമ്മുടെ മഞ്ജു വാര്യർ ഈ പറയുന്ന ശ്രീകുമാര മേനോന്റെ വാക്കും കേട്ടാണ് അവസാനം ദിലീപിന്റെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. പിന്നീട് ശ്രീകുമാര മേനോന്റെ കൂടെ ആയിരുന്നു യാത്ര ചെയ്തിരുന്ന ഇദ്ദേഹം എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധേയമാണ്.
എന്തായാലും മലയാള സിനിമയിൽ വലിയ കോലാഹലങ്ങൾ ദിവസേന വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തും പൊട്ടിത്തെറിക്കാവുന്ന രൂപത്തിൽ, ഏത് നടനും അറസ്റ്റ് ചെയ്യാവുന്ന രൂപത്തിൽ ഇപ്പോൾ കഥകൾ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. 27 പേരാണ് ഇപ്പോൾ പരാതി കൊടുത്തുള്ളത്. ഇത് എത്രമാത്രം പരാതികൾ വർദ്ധിക്കുമെന്നും അറിയില്ല.